ഹായ് ഓൾ, എല്ലാവർക്കും രമ്യ സ്റ്റഡി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി. മൗലിക കടമകൾ അഥവാ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. രണ്ടാമത്തെ ചോദ്യം, മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെൻറ്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതിയാണ് ഭേദഗതി 24, അമെൻമെൻറ്റ് 24. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെൻറ്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതിയാണ് ഭേദഗതി 24. താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആര്? അപ്പോൾ ഇവിടെ കുറേ പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ് ശരിയല്ലാത്തത്. കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്ത വ്യക്തി. ഇനി ബാക്കി, അതായത് ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, ഇവരൊക്കെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർമാരാണ്. ചുവടെ കൊടുത്തിരിക്കുന്ന സൂചനകൾ പരിശോധിക്കുക. ഒന്നാമത്തെ പ്രസ്താവന, ലോക്സഭ സ്പീക്കർ ആയ ശേഷം രാഷ്ട്രപതിയായ വ്യക്തി. രണ്ടാമത്തെ പ്രസ്താവന, ബിരുദധാരിയല്ലാത്ത ആദ്യ രാഷ്ട്രപതി. മൂന്നാമത്തെ പ്രസ്താവന, എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക രാഷ്ട്രപതി. നാലാമത്തെ പ്രസ്താവന, ഒരിക്കൽ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം രാഷ്ട്രപതിയായ ഏക വ്യക്തി. അപ്പോൾ രാഷ്ട്രപതിയായിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച സൂചനകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പം നീലം സഞ്ജീവ റെഡ്ഡിയാണ് ഈ പറഞ്ഞിരിക്കുന്ന ഈ സൂചകങ്ങളുടെ ആൻസർ. ഒന്നുകൂടെ പറയാം, ലോക്സഭ സ്പീക്കർ ആയ ശേഷം രാഷ്ട്രപതിയായ വ്യക്തി, അതുപോലെ ബിരുദധാരിയല്ലാത്ത ആദ്യ രാഷ്ട്രപതി, എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക രാഷ്ട്രപതി, ഒരിക്കൽ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം രാഷ്ട്രപതിയായ ഏക വ്യക്തി. ഇതാരാണ്? നീലം സഞ്ജീവ റെഡ്ഡി. അടുത്ത ചോദ്യം, രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനായ ആദ്യ മലയാളി. രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനായ ആദ്യ മലയാളിയാണ് എം ജേക്കബ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപകൻ PC മഹലനോബിസ് ആണ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപകൻ PC മഹലനോബിസ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതൊക്കെ രോഗങ്ങളാണ് ടാറ്റു ചെയ്യുന്നതിലൂടെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത്? ഏതൊക്കെയാണ്? എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ് ബി. ഹെപ്പറ്റൈറ്റിസ് ബിയും എയ്ഡ്സും എങ്ങനെ പകരുന്ന പറയുന്നത്? ടാറ്റു ചെയ്യുന്നതിലൂടെ ഒരാൾക്ക് പകരാം. അതായത് രോഗമുള്ള ഒരാളിൽ നിന്ന് അതേ ടാറ്റു ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ച് മറ്റൊരാളിലോട്ട് ടാറ്റു ചെയ്യുമ്പോൾ ഈ രണ്ട് രോഗങ്ങളും എന്ത് ചെയ്യാം? സ്പ്രെഡ് ചെയ്യാം. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? അപ്പോൾ ബാങ്കിൻ്റെ ദേശസാൽക്കരണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. ഇതിനകത്ത് 1, 2, 3 ആണ് ശരിയായിട്ട് ഉള്ളത്. അതായത് 1949 RBI എന്ത് ചെയ്തിട്ടുള്ളത്? ദേശസാൽക്കരിച്ചിട്ടുള്ളത്. 1969 14 ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത്. 50 കോടി രൂപ മൂലധനമുള്ള 14 ബാങ്കുകൾ. 1980 6 സ്വകാര്യ മേഖലാ ബാങ്കുകൾ കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? ദേശസാൽക്കരിച്ചിട്ട് ഉണ്ട്. അടുത്തൊരു ചോദ്യം, വാക്സിൻ സംബന്ധിച്ച ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന, ഏത് താപനിലയിലും സൂക്ഷിക്കാൻ സാധിക്കും. 2, പോളിയോ തുള്ളിമരുന്ന് ഒരു തരം വാക്സിനാണ്. 3, എല്ലാ വാക്സിനും കുത്തിവയ്പ്പ് രൂപത്തിൽ മാത്രമാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ് 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. പോളിയോ തുള്ളിമരുന്ന് ഒരു തരം വാക്സിനാണ്. പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജം ഏതാണ്? പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജം രാസോർജമാണ്. തെറ്റായ ജോഡി ഏത്? ഒന്നാമത്തെ പ്രസ്താവന, തേയില ടാനിക് ആസിഡ്, വിനാഗിരി അസറ്റിക് ആസിഡ്, ആപ്പിൾ ഓക്സാലിക് ആസിഡ്, മൂത്രം യൂറിക് ആസിഡ്. ഇതിനകത്ത് തെറ്റേതാണ്? ആപ്പിളിൽ എന്താണ്? മാലിക് ആസിഡാണ്. ഓക്സാലിക് ആസിഡ് തക്കാളിയിലാണ്. മദ്യോൽപ്പന്നങ്ങളിൽ ആൽക്കഹോളിൻ്റെ അളവറിയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്. മദ്യോൽപ്പന്നങ്ങളിൽ ആൽക്കഹോളിൻ്റെ അളവറിയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് പ്രൂഫ്.
ജലത്തിന് ഏറ്റവും കൂടിയ സാന്ദ്രതയുള്ള താപനില 4 ഡിഗ്രി സെൽഷ്യസ്. ജലത്തിന് ഏറ്റവും കൂടിയ സാന്ദ്രതയുള്ള താപനില 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. അടുത്ത ചോദ്യം, ലാവോസിയയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ലാവോസിയയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രസ്താവനകളാണ് തന്നിട്ടുള്ളത്. അതിൽ ഒന്നാമത്തത്, ജ്വലന പ്രക്രിയയിൽ ഓക്സിജൻ്റെ പങ്ക് കണ്ടെത്തി. അപ്പോൾ അത് ലാവോസിയയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ്. ഇനി രണ്ടാമത്തെ പ്രസ്താവന, ശ്വസന പ്രക്രിയയിൽ ഓക്സിജൻ ആഗിരണം ചെയ്യപ്പെടുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്നു എന്ന് ആദ്യമായിട്ട് കണ്ടെത്തിയത് ആരാണ്? അതും ലാവോസിയയാണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണ്? മെൻഡലിയേഫ് ആണ് അല്ലേ. അപ്പോൾ അതിനകത്ത് 1, 2 പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്. ഇനി മുല്ലപ്പൂവിൻ്റെ ഗന്ധമുള്ള എസ്റ്റർ ഏതാണ്? മുല്ലപ്പൂവിൻ്റെ ഗന്ധമുള്ള എസ്റ്ററാണ് ബെൻസൈൽ അസറ്റേറ്റ്. ബെൻസൈൽ അസറ്റേറ്റിനാണ് മുല്ലപ്പൂവിൻ്റെ ഗന്ധമുള്ളത്.